ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും എന്നെ മറന്നുപോയാ? ഞാൻ കുറേ ദിവസമായി ഞാൻ വ്ളോഗ് ഇട്ടിട്ട്. അപ്പം എന്താ പറയുക, ഡെയിലി വ്ളോഗൊന്നും ഞാൻ ഇടലില്ല, അതായത് ഡേ ഇൻ മൈ ലൈഫോ ഒന്നും ഇടലില്ല. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെറുത് കുറേയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് മാത്രം. അപ്പം ഞാൻ രാവിലെ എണീച്ചപ്പോൾ ഞാനിന്ന് എല്ലാ ദിവസത്തെ പോലെ മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ്, പുട്ട്. അപ്പോൾ പുട്ടും ചെറിയ പഴമുണ്ട്, അപ്പോൾ ചെറിയ പഴവും പിന്നെ ഇന്നലത്തെ കുറച്ച് കറിയുമുണ്ട്. അപ്പോൾ എനിക്കൊന്നാമത് ഇങ്ങനെ കുറച്ച് കറി, എന്താ പറയുക, ഇന്നലത്തെ കറിയെല്ലാം കൂട്ടാൻ ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ. അങ്ങനെ ഞാൻ കറി കൂട്ടി. അപ്പോൾ ഇന്നലത്തെ എന്തോ തക്കാളി കറി എങ്ങാനോ. അപ്പോൾ ഈ ഫുട്ബോൾ തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ ടി വിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഫുൾ ടൈം ഏത് സമയവും ഇത് തന്നെ. ഇപ്പോൾ ഞാൻ രാവിലത്തെ ഇട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇടുന്നത് പിന്നെ എന്താ പറയുക, ഞാൻ പിന്നെ രാത്രിത്തതാട്ടോ. രാത്രി ഞാൻ ചിക്കൻ ഉണ്ട് പൊരിക്കാൻ വെച്ചിക്ക്, നല്ല സാമ്പാർ ഉണ്ടാക്കിയേക്ക്, പിന്നെ ദോശയും. സാമ്പാർ ഞാൻ പറയില്ലേ, ഞാൻ എല്ലാ ദിവസമല്ല, ഞാൻ ഉണ്ടാക്കുന്ന ദിവസം 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഫുട്ബോൾ തുടങ്ങിയതിന് ശേഷം എന്താണെന്നറിയാം, രാത്രി ഞാൻ സാധാരണ നേരത്തെ എല്ലാം ഒരു 10 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കും. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാലും പറയും വിശക്കുന്നതെന്ന് അറിയാം. അന്നേരം പിന്നെ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും എക്സ്ട്രാ കുറച്ചാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതാകുമ്പോൾ അപ്പം തന്നെ പോയിട്ട് വെറുതെ തന്നെ പോയി ഇടങ്ങാറാവാൻ കഴിയില്ലല്ലോ. അങ്ങനെ ചിക്കന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് പിന്നെ കുറച്ച് ദോശയും ചുട്ട് എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചാൽ, പക്ഷേ പിന്നെ സാമ്പാർ ഞാൻ പിറ്റേന്നത്തേക്ക് ഉണ്ടാക്കിയതാണ്. എന്തായാലും പിന്നെ ലൈറ്റൊന്നും ഓഫ് ചെയ്യുന്നില്ല, ഫുട്ബോളും കാണുന്ന. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ എൻ്റെ പണി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ച്, പിന്നെ ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ദോശയും പിന്നെ കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്തു. അപ്പോൾ പിന്നെ നാളത്തേക്ക് എനിക്ക് എന്താ പറയുക, ചോറുണ്ടാക്കിയാൽ മാത്രം മതി, പരിപാടിയെല്ലാം അവിടെ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ദോശ ഇവിടുന്ന് സാധാരണ അരക്കലില്ല, കാരണം ഞാൻ വാങ്ങല. കാരണം എന്ന് വെച്ചാൽ 2 ആൾക്ക് വെറുതെ പിന്നെ പച്ചരി വേറെ ഉഴുന്ന് വേറെ വാങ്ങി പുതിർത്തി അരക്കണം. പിന്നെ ചിലപ്പോൾ അരച്ചിട്ട് നന്നായിക്കില്ലെങ്കിൽ അതും ആവുമല്ലോ. ഇതാകുമ്പോൾ പിന്നെ ഞാനീ വാങ്ങുന്ന ബ്രാൻഡിൻ്റെ ദോശ ഉണ്ടല്ലോ, നല്ലോണം നന്നാവലുണ്ട്, അങ്ങനെ മോശമൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ വേറൊരു ബ്രാൻഡ് വാങ്ങിയപ്പോൾ അത്ര എന്താ പറയുക, ഭയങ്കര പുളിപ്പ് കൂടുതൽ. ഇത് നമ്മളിപ്പോൾ സാധാരണ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുകയല്ല, അതുപോലത്തെ അത്ര പുളിപ്പെല്ലാം തന്നെയുള്ളൂ. അങ്ങനെ ദോശ ഞാൻ സാധാരണ ചൂടോടെയാണ് ചുട്ടിടല്. പിന്നെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ 2 ആൾ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ എന്താക്കണോ, ഒരാൾ ഒരാൾ ചുട്ടുകൊണ്ടിരിക്കണം. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഒരുമിച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുട്ടിട്ടിങ്ങനെ കാസറോളിൽ വെക്കുന്നുണ്ട്. എനിക്ക് അത്ര വലിയ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല ദോശ. പക്ഷേങ്കിൽ ദോശ നല്ലതാണെന്ന് പറയും. ദോശ മീൻസ് ഇങ്ങനത്തെ ഉഴുന്നിൻ്റെ ഭക്ഷണം കഴിച്ചാൽ തടിക്കും എന്നൊക്കെ പറയുന്നതിനെ കൊണ്ട് ഞാൻ അധികവും പിന്നെ ദോശ, ഇഡ്ഡലി പിന്നെ അങ്ങനത്തെ എല്ലാം ഞാൻ അധികവും എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കലുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ കുറച്ച് സാമ്പാർ എന്താണെന്ന് വിചാരിക്കേണ്ട, ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, കാരണം നാളെ ചോറിനേക്കുള്ള കറിയായല്ലോ. അങ്ങനെ ഇതിപ്പോൾ 2ാമത്തെ ഡിന്നറാട്ടോ. ഡിന്നറെന്ന് പറയണോ എന്താ എനിക്കറിയില്ല. ഇപ്പം 12 മണിയെല്ലാം കഴിഞ്ഞു. സാമ്പാർ പിന്നെ ചൂടോടെ എന്താ പറയുക, ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റല്ലേ ചൂടോടെ ഉണ്ടാക്കി തിന്നുന്നതിന്. അങ്ങനെ കുറച്ച് ചായയും കുടിച്ച് പിന്നെ എന്താ പറയുക, 2ാമത്തെ ഡിന്നർ ഇതാ കഴിക്കുന്നു. അങ്ങനെ സാമ്പാറും നല്ല ദോശയും പിന്നെന്താ ചിക്കൻ പൊരിച്ചതല്ല, ഞാൻ എന്താ പറയുക, ചിക്കൻ ഒന്ന് ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ എല്ലാം ഇതാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തതെന്നല്ല പറയുക, വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചതല്ല, വേവിപ്പിച്ചിട്ട് മസാലയെല്ലാം. ഇപ്പോൾ സമയം കണ്ടില്ല 3:30. അങ്ങനെ 3:30 അങ്ങനെ ഞാൻ കിടന്നുറങ്ങട്ടെ. ഓക്കെ.